എന്തുകൊണ്ടാണ് ദളിത് ഭവനങ്ങളിൽ നിന്ന് രാമായണ പാരായണത്തെ മാറ്റി നിർത്താൻ പറ്റാത്തത്? ഈ ഒരു മാസം ആ ജീവിതചര്യ ദളിതർക്ക് എന്തുകൊണ്ട് മാറ്റി നിർത്തിക്കൂടാ? അതിനെ ആ രീതിയിൽ പ്രതിരോധിച്ചുകൂടാ? കേരളത്തിലെ ദളിതരൊന്നും ഒരു കാലത്തും രാമായണം വായിച്ചിട്ടില്ല. രാമായണം വായിച്ചൊരു ചരിത്രമില്ല. കേരളത്തിലെ അമ്പലങ്ങളിൽ എന്ന് മുതലാണ് രാമായണം വായിക്കാൻ തുടങ്ങിയത്. കേരളത്തിൽ നിന്ന് ലഭ്യമായ 8-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ശിലാശാസനങ്ങളിലും കേരളത്തിൽ രാമായണം വായിച്ചതിൻ്റെ ഒരു ചരിത്രവുമില്ല. ഒറ്റ തന്ത്രത്തിലും രാമനില്ലല്ലോ. എന്താ രാമനില്ലാത്തത്? വിഷ്ണു മാത്രമേ ഉള്ളൂ, രാമനില്ല. ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണല്ലോ ഞാൻ. എൻ്റെ ഗ്രാമം ആലപ്പുഴ ജില്ല ഹരിപ്പാടിനടുത്തുള്ള വിയപുരമാണ്. ഈ വിയപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ എൻ്റെ ഗ്രാമത്തിൽപ്പെട്ട ദളിതരൊന്നും വലിയ രീതിയിൽ രാമായണ പാരായണം നടത്താത്തവരാണ്. പക്ഷേ ആ രാമായണ പാരായണം ഈഴവ സമൂഹങ്ങളിൽ നടക്കുന്നു, ഈഴവ സമുദായത്തിൻ്റെ വീടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ദളിത് ഭവനങ്ങളിൽ ഇത്തരം ഒരു രാമായണ പാരായണം ഇപ്പോൾ പോലും എൻ്റെ ഗ്രാമത്തിൽ നടക്കുന്നില്ല. അതുപോലെ സന്ധ്യയ്ക്കിരുന്ന് രാമരാമ പാഹിമാൻ ചൊല്ലുന്ന ഒരു പതിവ് എൻ്റെ ഗ്രാമത്തിൽ അധികമില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് സമൂഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദളിത് സമൂഹം അത്ര കണ്ട് രാമനെയോ രാമായണത്തെ ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.